ആരെങ്കിലും താറോക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താറോക്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. നമ്മളിത് വാങ്ങിയതിന് ശേഷം കൂടെ അത് അപ്ഗ്രേഡ്സ് വി ഹാവ് ഡൺ. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലേ. താറോക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താറോക്സിനെ കാണാൻ നമുക്ക് വേണ്ടത്ര ഫിനിഷിങ് പല സ്ഥലത്തും വരാത്തതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയ ഉടനെ തന്നെ നമ്മളിത് അഡോൺസിൽ വർക്കിന് വേണ്ടി കയറ്റിയതാണ്. നമ്മൾ ഒട്ടുമിക്ക കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നേരെ അഡോൺസിലേക്കാണ് കയറ്റുക, കോഴിക്കോടുള്ള. ബിക്കോസ് അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. മാത്രമല്ല ഈ ഒരു ബിസിനസ്സിൽ അഡോൺസും നമ്മളൊക്കെ ഒരുമിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ട്രാവലിങ് നമ്മൾ ഒരുമിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡിനോടുള്ള ഒരു പ്രൊമോഷൻ എന്നുള്ളതിലേക്കല്ല, ഈ ഒരു ബ്രാൻഡിനോട് വളരെ പേഴ്സണലി കണക്റ്റഡും കൂടിയാണ്. അവർക്കറിയാം ഞാനിപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്ക് പറയേണ്ട സാഹചര്യമൊന്നും വരാറില്ല. പക്ഷെ നമ്മളൊരു വൈബ് മനസ്സിലാക്കിയിട്ട് വളരെ മിനിമലായിട്ട് എന്നാൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു സാധനത്തിലേക്കൊന്നും പോവാതെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാ വണ്ടിയും അവിടെ തന്നെയാണ് ചെയ്യാറ്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പഴയ താർ എടുത്തപ്പോഴൊക്കെ അവിടെ തന്നെയാണ് അത് കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു തരംഗമായി കേരളത്തിൽ നിന്ന് വേണം നമ്മൾ പറയാൻ. കാരണം അന്ന് ചെയ്ത പോലെ തന്നെ ഒരുപാട് താറുകൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു. നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടായി, പലരും അതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫൈനലി ഈ ഒരു താറോക്സിനൊരു ഭ്രാന്ത് വന്നിട്ട് നമ്മൾ കേരളത്തിൽ എന്ന് പറയപ്പെടുന്ന ഫസ്റ്റ് വണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് എടുത്തതിന് ശേഷം 8 മാസത്തിന് ശേഷമാണ് ഈ താറോക്സ് പുറത്തിറക്കുന്നത്. ബിക്കോസ് മഹീന്ദ്ര ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ടും ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ കിട്ടാത്തതുകൊണ്ട് പലത് ഡെവലപ്പ് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അതുകൊണ്ട് ടൈം എടുത്തു. റൈറ്റ് നൗ ഐ എം ഹിയർ ഇൻ കിലോങ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. അതായത് ഹിമാചൽ പ്രദേശിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു മഹീന്ദ്ര താറോക്സ് കംപ്ലീറ്റ് റാപ്പ് ചെയ്തിട്ട് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മളൊരു റോഡ് ടു ഹിമാലയാസ് എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷനിലാണ്. എക്സ്പെഡീഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സത്യത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കൂടെ അച്ചീവ് ചെയ്യുന്ന തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള കുട്ടനാട്ടിൽ നിന്ന് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉംബ്ലിംഗിൽ വരെ പോകുന്ന ഒരു ഡ്രൈവാണ്. പല സ്ഥലങ്ങളിൽ ടച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രിപ്പിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞ് വണ്ടി തന്നെ പുറത്തിറക്കുന്നത്. അതുവരെ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ഫൈനലി നമ്മൾ അതൊക്കെ ചെയ്ത് ആ ഒരു റെക്കോർഡ് നമ്മൾ അച്ചീവ് ചെയ്ത് തിരിച്ച് ഉംബ്ലിംഗിൽ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ കിലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒന്ന് സർവീസൊക്കെ ചെയ്തതിന് ശേഷം ഭീകരമായിട്ടുള്ള ചെളിയൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ട ഇത് ഭയങ്കര സംഭവമാക്കാൻ മാത്രം ഇതിലിപ്പോൾ എന്താണ് ഉള്ളത് എന്നുള്ളത്. റിയൽ ഹൈ എക്സ്പെഡീഷനും അതുപോലെ തന്നെ ബാക്ക് പാക്ക് സ്റ്റോറീസും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു എക്സ്പെഡീഷനാണിത്. അവർ പല സ്ഥലങ്ങളിലേക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരൊരു ഫസ്റ്റ് റോഡ് ട്രിപ്പ് ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. യൂഷ്വലി നമ്മളിങ്ങനെ ഡ്രൈവൊക്കെ പോകുന്നുണ്ടെങ്കിൽ വെറുതെ ഉംബ്ലിംഗ് വരെ പോകുന്നതിനപ്പുറത്തേക്ക് ഇവർ വളരെ സ്മാർട്ടായിട്ട് ഒരു മാർക്കറ്റിംഗ് സൈഡും കൂടെ ആലോചിച്ചിട്ടാണ് കുട്ടനാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉംബ്ലിംഗിലെ വരെ ഡ്രൈവ് ഒരു കോൺവേ ആയിട്ട് ഏകദേശം 16 4x4 വാഹനങ്ങളായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്മാർട്ട് ഗെയിം എന്ന് വേണം പറയാൻ. ഒരു ലോകം കീഴടക്കിയ അച്ചീവ്മെൻ്റ് ഒന്നുമല്ല ഇത്. ബുദ്ധിപരമായിട്ട് ഒരു മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദിസ് ഇസ് എ വെരി സ്മാർട്ട് ഗെയിം. നല്ലൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. കമ്മിങ് ബാക്ക് ടു താറോക്സിൻ്റെ ബാക്കിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ദേഷ്യം വരില്ലേ. താറോക്സിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ അർമഡൻ്റെ ഒരു ലുക്ക് പല സ്ഥലങ്ങളിലുണ്ട്. ഫ്രണ്ട് സൈഡ് കുഴപ്പമില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോഴാണല്ലോ നമുക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത്.
ആൻഡ് ഐ വുഡ് ലൈക്ക് ടു അപ്രിഷിയേറ്റ് അഡോൺസ്. വളരെ മിനിമലായിട്ട് എന്നാൽ വളരെ റോഡ് പ്രസൻസിൽ നമ്മൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിൽഡ്. താറോക്സിൻ്റെ ആദ്യത്തെ ഒരു ചേഞ്ച് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 7 സ്ലോട്ട് ഗ്രില്ലാണ്. റാംഗ്ലറിനൊക്കെ വരുന്ന ടൈപ്പിൽ ഒരു നല്ല ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ തന്നെ വലിയ മാറ്റങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓൾ ഓവർ എല്ലാം വരുന്ന സമയത്തിലാണ്. ആ ഒരു ഗ്രില്ലിന് ശേഷം നോക്കുകയാണെങ്കിൽ AVE ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്ന ബമ്പറാണ് റാംഗ്ലറിന് തന്നെ. ആ ഒരു കിട്ടിലൻ ബമ്പർ വെരി സ്ട്രോങ് ബമ്പറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പിൽ പലപ്പോഴും ഇങ്ങനെ കയറി നിന്ന് ആർമാദിച്ചിട്ടുണ്ട് ഈ ഒരു ബമ്പറിൻ്റെ മുകളിൽ എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ വരുന്ന AVE നല്ല ഒരു ബമ്പർ റാംഗ്ലർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അടുത്തൊരു കാര്യം എന്താണ്, നോഫ് സൈറ്റിൻ്റെ ബ്രാൻഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അഡോൺസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഫസ്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ താറോക്സിലാണ്. ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്ന മൾട്ടിപ്പിൾ ഓപ്ഷനിൽ വരുന്ന ഫോഗ് ലൈറ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ ഒരു വലിയ ഫോഗ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്ക് ലൈറ്റ് ഉണ്ട്. ഇതിന് ഈ പാർക്ക് യെല്ലോ കളറും വരുന്നുണ്ട്, വൈറ്റ് കളറും വരുന്നുണ്ട്. ഈ ചെറിയ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഇതിന് നോഫ് സൈറ്റിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ പാർക്ക് യെല്ലോവും വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു യെല്ലോ കവർ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളൊരു ഫോഗ് നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുന്ന സമയത്ത് ഫോഗ് ഉണ്ടെങ്കിൽ ഫുള്ള് വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ക്യാപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറും ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറ് നമ്മൾ ആവശ്യാനുസരണം മാറ്റാം. ബ്ലാക്ക് കളറ് നമ്മളിത് ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് മറ്റുള്ള ആളുകളെ തടസ്സപ്പെടുത്താതിരിക്കാൻ, അല്ലെ നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ അർബനിൽ ഓടിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഇട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ മല കയറുന്ന സമയത്ത് നമുക്ക് വേണം. ആ സമയത്ത് നമുക്ക് ഈ ബ്ലാക്ക് ക്യാപ്പ് ഒഴിവാക്കിയിട്ട് ഐദർ ഫോഗി ഡേ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ യെല്ലോ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് കളർ കിട്ടും. ഇനി അതല്ല ഒരു പാർക്ക് ലൈറ്റ് പോലെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കമ്പനി വരുന്ന ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഈ റിങ് പോലെ തന്നെ ഇതിനും കംപ്ലീറ്റ് ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് യെല്ലോ ഓർ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഈ ഒരു ബ്രാൻഡിൻ്റെ ലൈറ്റ് വിസിബിലിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഒരു ബിൽറ്റ് ക്വാളിറ്റി ആണെങ്കിലും നെക്സ്റ്റ് ലെവലാണ്. നമ്മൾ ഒരുപാട് ചൈന സാധനങ്ങളൊക്കെ കാണാറുണ്ട്, ഇതങ്ങനെയല്ല. ദിസ് ഈസ് എ വെരി വെരി ബിൽഡ് ക്വാളിറ്റി. അങ്ങനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ നോഫ് സൈറ്റിൻ്റെ ഈ ഫോഗ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഇഞ്ച് പ്രൊജക്റ്റ് ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്യുവർ വൈറ്റ് കളറാണ്. ഞാനത് അതിൻ്റെ കളർ ചേഞ്ച് വേണ്ടാതെ കരുതിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇവിടെ നമ്മൾ പറയുന്ന ഈ നോഫ് സൈറ്റിൻ്റെ ലൈറ്റിൽ നിന്ന് യെല്ലോ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ല പ്യുവർ വൈറ്റ് ഇതിട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളാണ്. അതായത് നമുക്ക് നല്ല വെളിച്ചം നമ്മളെ മുന്നിലേക്ക് കിട്ടും. പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ദിസ് ലൈറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ബമ്പറിൻ്റെ കൂടെ തന്നെ ഒരു പ്രീമിയം ടോർ ഹുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എത്രമാത്രം ഹെൽപ്ഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിട്ട് എനിക്ക് എൻ്റെ വണ്ടി വലിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. വണ്ടി ഫ്ലാറ്റ് ബെഡിൽ നേരെ കൊണ്ടുപോയി, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു കളർ സീനാണ്. നമുക്ക് ഒരു ഭംഗിയാക്കണം, ആസ്തറ്റിക്കലി കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ ദിസ് ഈസ് വൺ ബെസ്റ്റ് ഐറ്റം ദാറ്റ് യു കൻ ബൈ. താറോക്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ അഗ്രസീവായിട്ടുള്ള ചില ഒരു പല പൊസിഷനിലും അല്ലെങ്കിൽ റോഡ് പ്രസൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഒരു ലെവലിംഗ് കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 40 mm ഹൈറ്റ് ഫ്രണ്ടിലും 20 mm ഹൈറ്റ് ബാക്കിലും കൂടി കൊണ്ടുവന്നപ്പോൾ ആൾ ഇരിക്കുന്ന ആളൊന്ന് എഴുന്നേറ്റ് നിന്ന് ആരാടാ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന തരത്തിലുള്ള ഒരു നൃത്തം അല്ലെങ്കിൽ ആ ഒരു ലുക്ക് താറോക്സിന് കൊണ്ടുവരാൻ സാധിക്കും. സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വീലാണ് ഭയങ്കര എടുത്ത് കാണിക്കുന്നത്, അല്ലേ? വീൽ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര അഗ്രസീവാണ്. ശരിക്കും ഇത് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ ഇത് എത്രമാത്രം ഇത് ഹെൽപ്ഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പിന് എനിക്ക് 100% ഈ ഒരു വീല് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ടെറൈൻസിലാണ്, അതായത് ലോകത്തിലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടയറും അതുപോലെ ഈ ഒരു വീലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്യൂവൽ എന്ന ബ്രാൻഡിലെ അലോയ് വീലാണ്. 17 ഇഞ്ചിലാണ് വരുന്നത്. യൂഷ്വൽ സ്റ്റോക്ക് വീല് വരുന്നത് 18 സൈസിലാണ്. ഞാനതൊന്ന് കുറച്ചിട്ട് 17 ഒരു വീലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ റഡാറിൻ്റെ ടയറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. 17 ഇഞ്ചിൽ തന്നെ 285R17 എന്ന് പറയുന്ന സൈസിലേക്കുള്ള ഒരു ടയറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഒരു നിയമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇത് വീല് കുറച്ച് പുറത്തേക്കാണ്. എത്ര വീലിട്ട് നോക്കിയിട്ടും ആശാൻ പുറത്തേക്ക് തന്നെ ചാടി നിൽക്കും. ഇതിൻ്റെ ഒരു സെറ്റപ്പ് മഹീന്ദ്ര സ്കോർപ്പിയോ ഒക്കെ വരുന്ന അതേ ഒരു സൈസിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ വീലിടുന്ന സമയത്ത് ഇത് പുറത്തേക്ക് നിൽക്കുകയാണ്. ഈ വീലിടാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ PCD കൺവേർട്ടർ വെച്ചിട്ടാണ് ഇതിന് ഫിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. റാംഗ്ലറിന് വരുന്ന ഒരു വീലാണ്,
പക്ഷേ വീല് മാറ്റാതെ ഇതിങ്ങനെ വല്ലാത്ത ഇങ്ങനെ അവശനായി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് വീല് നിർബന്ധമായിട്ടും മാറ്റണം എന്നുള്ളത്. അപ്പോൾ അത് മാറ്റി. പക്ഷേ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഞാനിതെപ്പോൾ അയച്ചു വെക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രൈവ് ഇൻ സിറ്റി. നമ്മളവിടെ ഓടിക്കാൻ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ശരിയായിട്ടുള്ള കാര്യമില്ല, അത്രയും പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ എനിക്കിത് 100% വേർത്തായിരുന്നു. ഓവറോൾ ഞാൻ മൊത്തം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ടെറൈനിലേക്കും ഈ വീല് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഈ ടയർ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ താറോക്സിന് 2 സൈഡിലായിട്ട് ഡോർ ഹിഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹിഞ്ചസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുകളിലൊക്കെ കഴുകുന്ന സമയത്ത് ഇതിൽ കവിട്ടി കയറിയിട്ട് കഴുകാനുള്ളതാണ്. പ്രാക്ടിക്കലി അത് എത്രമാത്രം ചെയ്യുന്നുള്ളത് അറിയില്ല. ഇത് പലപ്പോഴും നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കാറാണ്. അപ്പോൾ പക്ഷേ കാണുന്ന സമയത്ത് ആൾക്ക് ഒരു കല്ലനാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് റഫാണെന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ പറ്റിയിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ് ഈ ഹിഞ്ചസ് എന്ന് പറയുന്നത്. അടുത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളാവുന്നത് കാണാൻ ലുക്കിനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ യാത്രകൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാനൊരു എക്സ്പെഡീഷനിൽ വന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് ഓടിച്ച് ഉംബ്ലിങ്ങിൽ പോയി അവിടുന്ന് ഞാൻ ഹാൻഡ്ലേ എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ പോയി, ഹാൻഡ്ലേന്നും പിന്നീട് പോയിട്ടുള്ള സോ മൊരീരി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്കാണ്. ഏകദേശം 600 കിലോമീറ്ററിൽ ഫ്യൂവലില്ല, പെട്രോൾ ബങ്ക് ഇല്ലാത്ത ഒരു സ്പോട്ടിലൂടെയാണ് യാത്ര ചെയ്തത്. ക്യാനിൽ എല്ലാവരും റിസർവ് ചെയ്ത് വെച്ച് നമ്മളിപ്പോൾ ഈ സൂസും ഹൈലോക്സൊക്കെ ഉണ്ടാകും, ബാക്കിൽ ഫുള്ളായിട്ട് ഫ്യൂവൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായി. ആ സമയത്ത് ഇതിൽ ഒരു 10 ലിറ്റർ 2 സൈഡിലായിട്ട് ക്യാരി ചെയ്യാൻ സാധിച്ചു. അതാണ് നമ്മളിപ്പോൾ സാധാരണ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അത് ഭംഗിക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നിങ്ങളൊരു ടൂറിങ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഓവർലാൻഡ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് ഒരു അഡാർ ഐറ്റം എന്ന് വേണം പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് പേടി എന്തായിരുന്നു പറഞ്ഞാൽ ഇത്ര ഫ്യൂവൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ 2 സ്ഥലത്തും 10 ലിറ്റർ വെച്ചിട്ട് ഫ്യൂവൽ ഇതിൽ ക്യാരി ചെയ്ത് ഒരു സേഫ്റ്റിക്ക് ക്യാനിലൊക്കെ വേറെ വാങ്ങിയിട്ടുണ്ട്. കാരണം ഒമ്ലിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ്ലിക്ക് പോയിട്ട് ഹാൻഡ്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അടുത്ത ഒരു സ്പോട്ട് എന്ന് പറയുന്നത് സോ മൊരീരി എന്ന് പറയുന്നതാണ്. ഈ സ്ഥലത്തേക്കൊന്നും പോകുമ്പോൾ നമുക്ക് ഫ്യൂവൽ കിട്ടാനില്ല, ലിറ്ററലി ഫ്യൂവൽ കിട്ടാത്ത ഒരു സാഹചര്യം. ബ്ലാക്കിനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ആദ്യം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു. എന്നാലും ബ്ലാക്കിന് അവിടുന്ന് വാങ്ങിക്കേണ്ട സാഹചര്യം, ബിക്കോസ് അറൗണ്ട് ഒരു 500-600 കിലോമീറ്ററാണ് ഈ പറയുന്ന 2 സ്ഥലം നമുക്ക് ടാർഗറ്റ് ചെയ്ത് എത്തണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട ഫ്യൂവൽ ഉണ്ടായില്ല. സോ ഇതിന് നല്ല ഹെൽപ്ഫുള്ളായി എന്ന് വേണം പറയാൻ. അടുത്തതായിട്ട് ഓട്ടോമാറ്റിക് ഒരു ഫുഡ് സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വെരി വണ്ടർഫുൾ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിമോട്ടിൽ നമുക്ക് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് സ്റ്റെപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ ഇത് താഴേക്ക് വരും. ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് അകത്തേക്ക് പോകും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഡിഫറെൻറ്റ് ടെറൈൻസിലൊക്കെ ഓടിക്കുകയാണ്. പല മലമുകളിലേക്ക് ഇത് ഓടിച്ച് കയറ്റുന്നുണ്ട്, പല ഓഫ് റോഡിലേക്ക് ഇത് പോകുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഇത് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആപ്പിലൂടെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു 2 വർഷം വാറൻറ്റിയും കൂടെ കൊടുക്കുന്ന ഒരു കിഡിലൻ ഫുഡ് സ്റ്റെപ്പ്. ഈ ഒരു താർ റോക്സിൽ നമുക്കറിയാം കിഡിലൻ ഒരു സൺറൂഫാണ്. നല്ല സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇതിൽ സൺറൂഫ് എന്ന് പറയുന്നത്. ഞാൻ ബാക്കിലിരുന്ന് ഒന്ന് നോക്കുകയും ചെയ്ത് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ രാത്രി പല സമയത്ത് നിർത്തിയിട്ട് ഇപ്പം നമ്മൾ പോയിട്ടുള്ള ഈ മൊരീരി ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഹാൻഡ്ലേ ആണെങ്കിലും അവിടത്തൊക്കെ സ്കൈ രാത്രി നമുക്ക് ഗാലക്സീസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർസൊക്കെ ഷൂട്ടിങ് സ്റ്റാർസൊക്കെ ഇങ്ങനെ പറക്കുന്നത് കാണാം. ഈ സീറ്റ് നമ്മൾ ഇരിക്കുന്ന സീറ്റ് തന്നെ ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സൺറൂഫ് തുറന്ന് മേലേക്ക് ഇരിക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്നൊരു ഫീലാണ്. വണ്ടർഫുൾ ജോബാണ് മഹീന്ദ്ര ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഫീലേ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അകത്തിരിക്കുമ്പോഴുള്ള ഫീല് അത്ര വലിയൊരു സൺറൂഫ്. ആ സൺറൂഫ് വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങനെ ചെയ്തു ഇത്രയും വലിയൊരു സൺറൂഫൊക്കെ വരുന്ന വാഹനത്തിൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. ഇതിന് മേലെ 3-4 ആളുകളൊക്കെ ഈ ഒരു ട്രിപ്പിൽ പല സാഹചര്യത്തിൽ ഉംബ്ലിങ്ങിൽ പോയ സമയത്തും നമ്മൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്രിനാലിൻ റഷ് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പലരും കയറി നിന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് എങ്ങനെ ബിൽഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ആയിട്ട് വരുന്ന ഒരു കാരിയറാണ്. ഇത് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് അഡോൺസ് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇഫ് യു ഹാവ് എ താർ റോക്സ് യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. നിങ്ങൾക്കൊരു ലോങ് പോകുകയാണെങ്കിൽ നിങ്ങളെ ലഗേജ് അടക്കം ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും, നിങ്ങൾക്ക് കയറി നിൽക്കാനും പറ്റും. ബിക്കോസ് താഴെ താറിലും ഞാൻ കാരിയർ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് മുകളിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ നിങ്ങളുടെ വ്യൂവിനൊന്നും ഇത് യാതൊരു തരത്തിൽ എഫക്റ്റ് ആവുകയില്ല. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു കാരിയറാണ് താർ റോക്സിന് ആഡോൺസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഈ കാണുന്ന ഒരു സൈഡ് ലാഡറാണ്.
സൈഡ് ലാഡർ ശരിക്കും അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യമില്ല. ഇത് ആസ്തറ്റിക്കലി ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ തുറന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറാമെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നത് നമ്മളെ സ്വഭാവം വെച്ച് നേരെ ഇങ്ങനെ ഒടിച്ച് കയറില്ല, നമ്മളങ്ങനെ കയറും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭംഗിയാക്കണം, ഇതൊരു വേറെ ലുക്കിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ലാഡർ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. വിച്ച് ഇസ് നോട്ട് റെക്കമെൻഡഡ്, പക്ഷേ ഭംഗിക്ക് വെക്കുക എന്നുള്ളതാണ്. അഗ്രസീവായിട്ട് പല സ്ഥലത്തേക്കും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു സേഫ്റ്റിയും പിന്നെ ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് PPF പല സ്ഥലങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ഫെൻഡറിൽ നോക്കിയാൽ PPF ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ പാനലിൽ ചെയ്തിട്ടുണ്ട്, ഡിക്കി ഡോറിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്ഥലത്ത് ഇത് PPF ചെയ്തുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു കളർ, ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു കളറായി. അതായത് ഗ്ലോസി ഒരു ബ്ലാക്ക് വേറെ, അതല്ലാതെ മാറ്റ് ബ്ലാക്ക് അങ്ങനെ മാത്രമല്ല. പിന്നെ നമ്മളിങ്ങനെ ചെടികളും മരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് പെയിൻറ്റിന്, ഒറിജിനൽ പെയിൻറ്റിനും അല്ലെങ്കിൽ ബോഡിക്കൊന്നും അത്ര വൃത്തികേടാവാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടായി. അലോയ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നമ്മൾ ഫ്യൂവൽ ദുബായിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തുള്ള കളറല്ല, അതിൻ്റെ ഔട്ടറിൽ നമ്മളൊരു കളർ കോമ്പിനേഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞു അർമഡൻ്റെ ലുക്കാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കുന്ന സമയത്ത് നിന്ന്. അങ്ങനെയുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ കാണുന്ന സ്പോയിലർ വെച്ച സമയത്താണ് ആളെ എന്താ പറയുക ശരീരത്തിൻ്റെ ഒരു ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുള്ളത്. ഈ ബാക്കിൽ അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. സ്പോയിലർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ താറോക്സ് ഉണ്ടെങ്കിൽ ഈ സ്പോയിലർ നിങ്ങൾക്ക് അഡോൺസ് ഒന്ന് വാങ്ങിക്കാം. ദാറ്റ്സ് വർത്ത് ബൈ. ഈ നോഫ് സൈറ്റിൻ്റെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന പാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 4.5 ഇഞ്ച്, അതായത് നോഫ് സൈറ്റിൻ്റെ ഹലോ സീരീസിൽ വരുന്ന 4.5 ഇഞ്ച് സ്റ്റെപ്പിനി ഓക്സിലറി ലൈറ്റ് വിത്ത് റിവേഴ്സ് ലൈറ്റും അതോടൊപ്പം തന്നെ ബ്രേക്ക് ലൈറ്റും കൂടെ വരുന്നുണ്ട്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടിഫുള്ളാണ് ആ ലൈറ്റ് കത്തുന്നത് കാണാൻ. മാത്രം റിവേഴ്സ് ഇടുന്ന സമയത്ത് ബാക്ക് നിങ്ങൾ ഏത് കാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഓടിക്കുകയാണെങ്കിലും ഇതിൻ്റെ റിവേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് മൊത്തം ഒരു ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് ഈ ഒരു ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഹലോ സീരീസിൽ വരുന്ന ലൈറ്റാണ് നോഫ് സൈറ്റിൻ്റെ ഒട്ടുമിക്ക ലൈറ്റുകളും ഒരു രക്ഷയില്ല. DRLൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡായി ഈ നോഫ് സൈറ്റ് എന്ന് വേണം പറയാൻ. അടുത്ത ബാക്ക് സൈഡിൽ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ടെയിൽ ലൈറ്റ്. ശരിക്കും റൂബിക്കോൺ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ടെയിൽ ലൈറ്റാണ്. മൾട്ടിപ്പിൾ ഒരു വേർഷനിൽ ഇതിങ്ങനെ കത്തും. ഇതൊക്കെ രാത്രി ബാക്കിൽ ഇരുന്ന് കാണുമ്പോൾ, വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഇരുന്ന് കാണുമ്പോഴാണ് എനിക്കിതിനൊരു ഭംഗി മനസ്സിലാവുന്നത്. പലരും രാത്രി ഓടിച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ രക്ഷയില്ല ബാക്കിൽ എന്നൊക്കെ പറയുന്നുണ്ടപ്പോൾ അത് നമ്മളാദ്യം മറ്റുള്ള വാഹനത്തിൽ കയറിയിട്ട് നമ്മളെ ബാക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. വണ്ടി ബാക്ക് എന്നല്ല, ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. നമ്മളൊരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ വണ്ടി തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. നമ്മളെ വണ്ടി ഓടിക്കുന്നത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളത് മറ്റുള്ള വാഹനത്തിൽ കയറിയിട്ട് കുറച്ച് സമയം ഇരുന്ന് നമ്മളെ വണ്ടി മുന്നൊന്നും ബാക്കെന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെടാത്തതും മാറ്റേണ്ടതായിട്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുള്ള അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് നമുക്ക് ഇങ്ങനെയുള്ള യാത്രകളിൽ എടുക്കാൻ പറ്റും. സോ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വാഹനം മറ്റുള്ളവർ കുറച്ച് നേരം ഓടിച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾ മറ്റുള്ള വാഹനത്തിൽ കയറിയിട്ട് നമ്മളിതിനൊന്ന് ഫോളോ ചെയ്തിട്ട് ഇതൊന്ന് എൻജോയ് ചെയ്യുക. ബമ്പർ നമ്മൾ ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു സ്ട്രോങ് ബിൽഡായിട്ടുള്ള ഒരു റിയർ ബമ്പർ, അതായത് റൂബിക്കോണിൻ്റെ തന്നെ JL സീരീസിൽ വരുന്ന ഒരു കിടിലൻ ബമ്പറാണ്. ഈ ഒരു ബമ്പറിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ചാടി കളിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബമ്പറാണ്. ഈ ബമ്പറിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വേറെ മൂഡാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞ് റാംഗ്ലറിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങൾ ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റാംഗ്ലർ തന്നെ വാങ്ങിയാലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകണം. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന പല സാധനവും റാംഗ്ലറിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് നമുക്ക് നോക്കാം. കമ്മിങ് ബാക്ക് ടു ദിസ്, അടുത്തത് നമുക്കിതിൽ തൊട്ട് താഴേറ്റ് നമുക്ക് അക്രോപോവിക്കിൻ്റെ ഒരു ഡുവൽ എക്സോസ്റ്റിൻ്റെ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഭംഗിക്ക് കൊടുത്തിട്ടുള്ളതാണ്, ഒരു കാര്യമില്ല. ആസ്തറ്റിക്കലി ഒന്ന് കാണാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ബാക്കിൽ ഓൾറെഡി ഒരു കള്ളൻ ലുക്ക് ഉണ്ട് നമ്മൾ ഈ സ്പോയിലറും ടെയിൽ ലൈറ്റും മറ്റുള്ള ലൈറ്റുകളൊക്കെ അവിടെ വരുമ്പോൾ. അപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഡോൺസ് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു 2 എക്സോസ്റ്റിൻ്റെ ടിപ്പ്. അടുത്തത് ഞാൻ നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ മൈൻഡ്രേറ്റ് ഞാനൊരു വർഷത്തിലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ വണ്ടി വാങ്ങിയ ഉടനെ തന്നെ നമ്മളൊരു പഴയ താറും ഈ താറോക്സും കൂടെ ഒരു ഓഫ് റോഡൊക്കെ ചെയ്യാൻ പോയ അന്ന് തന്നെ ഇൻറ്റീരിയർ നാശമായി. വൈറ്റ് കളറിലുള്ള ഒരു ഇൻറ്റീരിയർ.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രീമിയം കാർ ഫീലിലേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള, പക്ഷേ ഇത് 90% ആളുകളും അങ്ങനെ തന്നെ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാറാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പഴയ കാർ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ പാരൻസിന് ഇങ്ങനെ കയറ്റേണ്ടി വന്നാൽ പലപ്പോഴും ഇത് നമ്മളിങ്ങനെ ഓഫീസും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെയും കയറേണ്ടി വന്നാൽ പിന്നെ ഇതൊന്നും പുറത്തേക്ക് ഇറങ്ങി സീറ്റ് മടക്കി വലിയൊരു പ്രശ്നമാണ് ഇവിടെ പരിഹരിച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഭയങ്കര സൗകര്യമുണ്ട്, എല്ലാം കൊണ്ടും ഒരു ലക്ഷറി ഫീലാണ്. ബാക്കിൽ ഇരുന്നിട്ടുള്ള എൻ്റെ മീഡിയ ടീമിലെ ആളുകൾ പോലും ബാക്കിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയും കംഫർട്ടബിളാണ്, ഒരു ക്ഷീണവും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ കളറ് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. വൈറ്റ് ഇതിന് വേണ്ട, നമ്മളെ സ്വഭാവം അതല്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചേഞ്ചസ് ആണ് ഉള്ളിൽ വരുത്തിയിട്ടുള്ളത്. ഇൻറ്റീരിയർ അഫോൾസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റി, വൈറ്റ് കളറിനും മാറ്റിയിട്ട് ഒരു നല്ല കളർ കോമ്പിനേഷന്, ഒരു ബ്ലാക്കും ഒരു ക്രീം കളർ കോമ്പിനേഷനും കൂടെ ഈ ഒരു ഇൻറ്റീരിയർ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ പഴയ വിഷ്വലും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന്. ഈവൻ മുകളിൽ പോലും നമ്മൾ കംപ്ലീറ്റ് ആ ഭാഗം പോലും ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മളെ കളറ്. പിന്നെ ഇൻറ്റീരിയർ ഒരു കസ്റ്റം പെയിൻറ്റിങ് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. കസ്റ്റം പെയിൻറ്റിങ്ങും കൂടെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഇതിൽ പിന്നെ ഉൾഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഡാഷ് ക്യാമാണ് കേട്ടോ. ബോട്ട് സ്ലാബ് എന്ന് പറയുന്ന ഒരു ഡാഷ് ക്യാമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-18,000 രൂപ വിലയിരുന്നതാണ്. പക്ഷേ നിങ്ങളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തി ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത്. ഒന്ന് നമ്മളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. പിന്നൊന്നെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പോകുന്ന റൂട്ടുകൾ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്, എപ്പോഴും നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമ്മൾ ആ കാഴ്ചകൾ മിസ്സാക്കാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു ഡാഷ് ക്യാം ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു അപകടം പറ്റുമ്പോൾ എടുത്ത് നോക്കുക എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് മരിക്കുന്നവരെ ആ മെമ്മറീസ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ട സ്ഥലം ഏതായിരുന്നു അത് നിങ്ങൾക്ക് ഫോണിൽ ആപ്പിലൂടെ തന്നെ കൈകാര്യം ചെയ്തത് സേവ് ചെയ്ത് വെക്കാം. എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ ട്രിപ്പിൽ. അങ്ങനത്തെ ടെറൈനിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കത് എടുക്കാൻ സാധിക്കാതെ വരില്ല മൊബൈലിലൊക്കെ ആയത്. പക്ഷേ ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് ഒരു പാർട്ട്ണറെ കിട്ടിയൊരവസ്ഥയായി. എൻ്റെ ക്യാമറമാൻ ഉറങ്ങുന്ന സമയത്ത് പോലും ഞാൻ വെറുപ്പിക്കാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. ബിക്കോസ് അല്ലെങ്കിൽ ഞാനൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് എഴുന്നേൽപ്പിക്കും. ടയേർഡാണ് ഈ റൂട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്കറിയാം ഡാഷ് ക്യാമിൽ റെക്കോർഡഡ് ആണ് എന്നുള്ളത്. അത് നമുക്ക് ബാക്കപ്പായിട്ട് ഞാനത് സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ബിക്കോസ് എനിക്കൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല ഈ ഒരു യാത്രയിൽ ഓരോ ടെറൈൻസും ഓരോ ലൊക്കേഷനും ആ ഒരു ഭംഗിയും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡാഷ് ക്യാം വേണ്ടി നിങ്ങൾ വാങ്ങി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദിസ് ബ്രാൻഡ് ഈസ് റിയലി ഗുഡ്. ഈ ആംബിയൻ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഒരു ലക്ഷറി ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് അതിനൊരു സ്വിച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചിൽ തന്നെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ചില കളറുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് മൈൽഡായിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ആ കളറിൽ തന്നെ നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു കിഡ്ലൻ ആംബിയൻ ലൈറ്റും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ ഫറോറ 3D മാറ്റാണ്. നല്ല മാറ്റാണ്. നമുക്കിപ്പോൾ ഞാൻ ഒട്ടുമിക്ക ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇത് തട്ടാനും പിടിക്കാനും ഇതിലെ പൊടികളൊക്കെ മാറ്റാനും ഈ മാറ്റ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളൊരു 3D മാറ്റ്. പിന്നെ ഒരു സ്റ്റെബൽ ഹോണ്. ഇത് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കേണ്ട ഒരു ഹോണല്ല. നമ്മൾ ഇവിടെ ഒട്ടുമിക്ക ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ലോറിക്കാരും പല സൗണ്ടിൽ പല പാറ്റേണിൽ അടിച്ചു പോക്കുന്നുണ്ട്. ഞാനൊരു പാറ്റേണേ ചെയ്തിട്ടുള്ളൂ, വിച്ച് ഈസ് റിയലി ഗുഡ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹില്ല് കയറുന്ന സമയത്ത് ചില സ്ഥലത്ത് ഹോണിൻ്റെ സൈൻ വെച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നല്ലൊരു ഹോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹോൺ അടിച്ചാൽ തന്നെ അപ്പുറത്തുനിന്നും കൂടി തിരിച്ചൊരു അടി വരും, ആരെങ്കിലും വരുന്നുണ്ട്. അങ്ങനത്തെ റിസ്കി ഹില്ലുകളൊക്കെ നമ്മൾ കയറിയിട്ട് പോകേണ്ട റോഡുകളുണ്ട്. അപ്പോൾ അവിടുന്ന് ഈ ഹോൺ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. സ്വിച്ച് നമുക്ക് സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് സൗണ്ടിലേക്ക് നമുക്ക് ഈസിലി മാറ്റാം. അതല്ല നമുക്ക് കുറച്ച് സൗണ്ട് കൂടുതൽ വേണ്ട സ്ഥലമാണെങ്കിൽ ഈ സ്റ്റെബൽ ഹോൺ നേരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സൗണ്ട് നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമ്മൾ അർബനിൽ ഓടിച്ചിട്ട് പോലീസിനോട് ഫൈൻ മേടിപ്പിക്കേണ്ട ഹോണും സംഭവങ്ങളൊക്കെ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആവശ്യാനുസരണതൊക്കെ ചെയ്യാമെന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും തടസ്സമൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു താർ റോക്സിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഗ്രാഫിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു റൂട്ടാണ്. ശരിക്കും കുട്ടനാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂർ പോയി, ഹൈദരാബാദ് പോയി, ജബൽപൂർ പോയി, ചണ്ഡീഗഡ് പോയി, മണാലി പോയി, അവിടെ നിന്ന് പതുമ പോയി, കാർഗിലിൽ പോയി, നുബ്ര പോയി, പാങ്കോങ് പോയി, അവിടുന്ന് ഉംലിംഗ്ല ടച്ച് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ നേരെ ഹാൻഡ്ലെ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, അവിടുന്ന് ചോ മൊരീരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി, അവിടുന്ന് തിരിച്ച് നേരെ ഇപ്പോൾ നമ്മൾ കേലിങ്ങിൽ എത്തിയിരിക്കുകയാണ്. കേലിങ്ങിൽ എത്തിയിട്ട് ഇനി ഇവിടുന്ന് നേരെ മണാലി പോകുന്നു, മണാലിയിൽ നിന്നും ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിൽ നിന്നും ഇത് ട്രക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. പിന്നെ ഓടിച്ചു പോകേണ്ട ഫ്ലൈറ്റില്ല. ഇത്രയും ദിവസം ഓഫീസിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആദ്യമായിട്ടാണ്. ഏകദേശം 22 ദിവസം കഴിഞ്ഞു.
എന്തായാലും ഒരു 25 ദിവസം ടോട്ടലാവും. പക്ഷേ എന്തെന്നെ ആയാലും ദൈവാനുഗ്രഹം കൊണ്ട് ടീമെല്ലാം സ്ട്രോങ് ആയതുകൊണ്ടും എല്ലാ പാർട്ട്നേഴ്സ് ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ഫുൾ സപ്പോർട്ട് ആയതുകൊണ്ട് ഇത്രയും ദിവസം പോകാൻ പറ്റി. അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ സാധിച്ചു. ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളും ഈ ഒരു യാത്രയിലൂടെ കിട്ടി. ഒരുപാട് ഡ്രൈവ് ചെയ്യാൻ, അത് നമുക്ക് പരിചയപ്പെടാനും നമുക്ക് കൂടുതൽ അറിയാനും ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് ആളുകളെ ഈ ഒരു കോൺവോയിൽ നമുക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. ഒരുപാട് യാത്രകൾ ഇനിയും ദൈവം പോകാനൊക്കെ ഉള്ള ആരോഗ്യം സമ്പത്തും എല്ലാം നമുക്ക് തരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യം തന്നെ ഉണ്ടല്ലോ, കാണേണ്ട കാഴ്ചകളാണ്. പലപ്പോഴും ഞാൻ ലഡാക്ക് പോയിട്ടുള്ള എത്ര പ്രാവശ്യം പോയാലും മതി വരാത്ത റോഡുകളും മതി വരാത്ത ആകാശവും അവിടുത്തെ കളറും നെക്സ്റ്റ് ലെവൽ. നിങ്ങളെല്ലാം സമ്പാദിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് സ്വരൂപിച്ചിട്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലായാലും ഒന്ന് പോയി കാണാം. പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഐഡിയകളായിട്ടായിരിക്കും വരിക. ഒരുപാട് പ്രോജക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ ബിസിനസ് എന്നൊക്കെ ചില ദിവസങ്ങളൊക്കെ മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ഈ സ്ഥലത്തിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ഒന്നുമില്ല. ഞാനൊരു അഡീഷണൽ സിം ഇവിടുന്ന് ലേലതാക്കുന്നു വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്തും റേഞ്ച് തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ മല ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പാർട്ട്നേഴ്സായിട്ടും എൻ്റെ പല ചുറ്റുപാടുള്ള ആളുകൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഹെൽപ്ഫുള്ളാവും. ഒരുപാട് കാഴ്ചകൾ കാണാനും സാധിക്കും. അപ്പം താങ്ക്സ് ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സപ്പോർട്ടും എല്ലാം വളരെ താങ്ക്സ്ഫുള്ളാണ്. ആൻഡ് കമ്മിങ് അപ്പ് വിത്ത് ഒരു വലിയ ഇവൻ്റായിട്ട് വരാനുള്ള ഒരു പ്ലാനിലാണ്. ഞാൻ പറഞ്ഞു മല ഇറങ്ങി വരുമ്പോൾ ഒരു സാധനമായിട്ടാണ് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ 2025 അവസാനത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് വി ആർ കമ്മിങ് അപ്പ് വിത്ത് വെരി ബിഗ് ഒരു സർപ്രൈസ് ആയിട്ടാണ് നിന്നോട്ടെ. അതിന് ഒരുപാട് കടമകളൊക്കെ കടക്കാനുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു പണിയിലേക്കൊക്കെയാണ് അടുത്ത് ഇറങ്ങാൻ പോണത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു അഡോൺസ്. ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണരുത്, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും പറയുന്നതാണ്. ദേ ആർ ഡൂയിങ് ഇറ്റ് റിയലി ഗുഡ്. എനിക്ക് വേണ്ട എൻ്റെ സാധനം കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മളെ മനസ്സറിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുമ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാവും. ഇത് എത്ര കാലം മഹീന്ദ്ര താർ റോക്സ് ഞാൻ കയ്യിൽ വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു അറിവില്ല. ബിക്കോസ് എനിക്ക് ഈ ഒരു യാത്രയിൽ തന്നെ മഹീന്ദ്ര ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും മഹീന്ദ്ര താർ റോക്സ് ആയിട്ട് ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതിലെനിക്ക് വേണ്ട റെസ്പോൺസ് മഹീന്ദ്രയുടെ അടുത്ത് നിന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ബ്രാൻഡിനോട് ഒരു ചെറിയ വിഷമം തോന്നി. ബിക്കോസ് പഴയ താർ എടുത്തിട്ടൊന്നും ഞാൻ ഇതുപോലെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ കാണിച്ചു. BS6-ൻ്റെതാണ്, പക്ഷേ ഇടപെടേണ്ട രീതികളൊന്നും ശരിയാവാതായി. അപ്പോൾ എനിക്കിത് സത്യത്തിലൊരു മനം മടുത്തൊരു സാഹചര്യം ഉണ്ട്. ഒരു 3-4 ദിവസം എനിക്ക് ഈ താർ റോക്സ് ഉണ്ടായില്ല. ഞാൻ മറ്റു പല വാഹനത്തിൽ കയറിപ്പോകേണ്ട ഒരു സാഹചര്യം. അത് ഭയങ്കര ബാഡ് ഫീലാണ് അങ്ങനെ വേറെ വണ്ടിയിൽ പോകാൻ. എല്ലാവരും നമ്മളെ ആളുകൾ തന്നെ. എന്നിരുന്നാൽ പോലും ചില ലൊക്കേഷൻ എത്തുമ്പോൾ നമ്മളെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് കയറിയിരുന്ന് ഫോട്ടോ എടുത്താലോ ആ ഒരു മൊമെൻറ്റ് നമുക്ക് എപ്പോഴും ആലോചിച്ച് വെക്കാനെന്നൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് വണ്ടി ഇല്ലാത്തപ്പോൾ വിഷമം വരും. പിന്നെ അങ്ങനെ റോഡിൽ അങ്ങനെ നിന്നുകൊണ്ടൊരു വണ്ടിയല്ല. അങ്ങനെയാണല്ലോ ഇതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യണത്. ഇതിനെ തന്നെ നിർമ്മിച്ചിട്ടുള്ളതും ഇത് നിങ്ങൾ ഏത് മലയിലേക്ക് എങ്ങോട്ട് പോകണമെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി. ദിസ് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് കാർ. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണെങ്കിലെല്ലാം എനിക്ക് ലക്ഷറി ഫീൽ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ചെറിയ ഒരു വിഷമം. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അഡോൺസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പലരും എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. ദേ വിൽ ഡു ദയർ ബെസ്റ്റ്. സോ ദിസ് ഇസ് മുർഷിദ് ബാനഡോ സൈനിങ് ഓഫ് ഫ്രം കിലോങ്, ഹിമാചൽ പ്രദേശ്. See you on the next video. Bye bye.